പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗോദാവരി നദിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തുകയാണ്. ഞാൻ യാനം എന്ന സ്ഥലത്താണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടുന്ന് നമുക്ക് കാണാം. യാനം എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പുതുശ്ശേരി സ്റ്റേറ്റ് കീഴിലാണ് ഇത് വരുന്നത്. യാനം, പുതുശ്ശേരി, കാരയ്ക്കൽ, മാഹി എന്നിവയെല്ലാം പുതുശ്ശേരി സ്റ്റേറ്റ് കീഴിലാണ്. അവിടെ മനോഹരമായ നദിയാണ് ഗോദാവരി നദി. ആ ദൃശ്യങ്ങളെ നമ്മൾ കാണുന്നത്. ഗോദാവരി നദിയിലൂടെ ഉള്ള ബോട്ട് യാത്രയാണ് നമ്മൾ അതിൽ കാണുന്ന ദൃശ്യങ്ങളെ കാണുന്നത്. ആ ദൂരത്ത് കാണുന്ന ഒരു ഐലൻഡാണ്. ഈ ഗോദാവരി നദി 15 കിലോമീറ്റർ അകലെ വെച്ച് ബംഗാൾ ഉൾക്കടലുമായി ചേരുന്നുണ്ട്. 15 കിലോമീറ്റർ അകലെയാണ് ബംഗാൾ ഉൾക്കടലുമായി ചേരുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയാണ് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. ആ കാണുന്ന പാലം അമലാപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന പാലമാണ്. വലിയ പാലമാണ്. ഈ യാനം എന്ന് പറയുന്നത് വളരെ ചെറിയ സ്ഥലമാണ്. 40,000-ഓളം ആൾക്ക് ജനസംഖ്യ ഇവിടെയുള്ളൂ. ബാക്കി ചുറ്റുമുള്ള ഭാഗങ്ങൾ ആന്ധ്രാപ്രദേശാണ്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്.
മത്സ്യബന്ധന ബോട്ട് നമുക്ക് ഇവിടെ കാണാം. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലോകോത്തരമായ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. അവരുടെ എല്ലാം സന്തോഷമാണ് ആ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അമലാപുരത്തേക്ക് പോകുന്ന പാലം ആ കാണുന്നത്. ഇതൊരു ഐലൻഡാണ്. ദൂരത്തെ ഒരു അമ്പലം കാണാം. ഒരു കപ്പലും ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ദൂരത്തെ ഒരു കപ്പൽ കാണുന്നുണ്ട്.